ഞാനൊരു തുടക്കക്കാരനാണ്, ഭയങ്കര തുടക്കക്കാരനാണ്, ഭയങ്കര ബിഗിനറാണ്. അപ്പോൾ ഇപ്പം ഞാൻ വന്നിറങ്ങുമ്പം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞപ്പം ഇപ്പം വിശ്വട്ടം കൊല്ലം ജില്ലക്കാരനല്ല, എൻ്റെ തൊട്ട് പഞ്ചായത്താണ്. അപ്പോൾ നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമ്മൾ ഇപ്പം എന്നാ ഏജ് ഡിഫറൻസ് പറയില്ല, കുട്ടിക്കാലം തൊട്ടേ നമ്മളിങ്ങനെ വിശ്വട്ടൻ്റെ വളർച്ചയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര വിശ്വട്ടൻ KSU പ്രസിഡന്റ് ആവുന്നു, നിയമസഭാ സാമാജികനാവുന്നൊക്കെ പറയുമ്പം നമുക്കുള്ളിലൊരു സന്തോഷമാണ്. അപ്പം അങ്ങനൊരു പദവിയിലേക്ക് ഒരാൾക്ക് എത്താൻ, എന്നെപ്പോലൊരു സാധാരണക്കാരൻ എത്താൻ പറ്റുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വൈകാരികത അതിനകത്തുണ്ട്. അത് പറഞ്ഞ് ഞാൻ ഇതിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പം എനിക്ക് പാലക്കാട് അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ ഞാൻ പാലക്കാട്ടേക്ക് മത്സരിക്കാൻ വരുമ്പോൾ തന്നെ ആദ്യത്തെ എസ്റ്റാബ്ലിഷ്മെൻ്റ് വരുത്തനാണ്, എത്ര ദൂരെയാണ്, ജനങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ് ഇല്ലാത്ത. പിന്നെ തെക്കൻ എന്നുള്ള വിളി അതൊക്കെ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ പറയുന്ന വിഷയമുണ്ട്. അപ്പം അതൊന്നും മൈൻഡ് ചെയ്യാതെ എനിക്കെതിരെ എന്തൊക്കെയാണ് പറഞ്ഞത്, കള്ളപ്പണക്കാരൻ വരെ ആക്കിയില്ലേ. കള്ളപ്പണക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമുള്ളൊരു കേസല്ലേ. നിങ്ങൾക്ക് ആ ബാഗ് ഒരു 40 ലക്ഷം രൂപ വെച്ചിട്ട് അത്ര ഈസി ആയിട്ട് ആ ബാഗ് ഒന്ന് ഉരുട്ടി കാണിച്ചു തരാമോ? ഞാൻ വെല്ലുവിളിക്കുവാണ്. ഞാൻ 17 കൊല്ലം LIC-യിൽ ക്യാഷ് എണ്ണിയ ഒരു വ്യക്തിയാണ്, അറിയോ? 17 കൊല്ലം കൊട്ടാരക്കര ബ്രാഞ്ച് LIC ഓഫ് ഇന്ത്യയുടെ മെയിൻ ബ്രാഞ്ചായ ഒരു ബ്രാഞ്ചിലെ ക്യാഷ് എണ്ണിയ ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അതിനകത്തൊരു 40 ലക്ഷം രൂപ വെച്ച് ഇത്ര ഈസി ആയിട്ട് ആ ബാഗ് ഒന്ന് ഉരുട്ടി കാണിക്കാൻ പറ്റും? എന്നോട് ആ ചർച്ച വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞൊരു പോയിന്റ് അമ്മ. അപ്പൊ ഈ ഫെന്നി ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്ന ഒരു ഈസിനെസ് ഉണ്ടല്ലോ. അപ്പൊ അമ്മ ക്യാഷിലായിരുന്നു. അപ്പൊ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പിന്നെ അത് പറഞ്ഞില്ല. അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവരോട് പറയണം ഈ ഡമ്മിയൊക്കെ വെച്ചല്ലോ, അത്രയും വെയിറ്റ് ഈ ഇപ്പോൾ ആ പെട്ടിക്കകത്ത് താങ്ങുന്ന നോട്ടിൻ്റെ വെയിറ്റ് ഒന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്ന് കറക്കി കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അവരോടൊന്ന് കാണിക്കാൻ പറഞ്ഞു. ബാക്കിയെല്ലാം ഇങ്ങനെ ഡമ്മി ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാഷിലൊന്നും എക്സ്പെൻസ്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ആരോപണം ഉണ്ടായി. അപ്പോൾ ആ ആരോപണമൊക്കെ വരുമ്പം ഒരു തുടക്കക്കാരൻ നല്ല സ്വാഭാവികമായിട്ട് നമുക്ക് ചില പതർച്ചകൾ ഉണ്ടാകുന്ന സാഹചര്യം. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങളാണ് രാവിലെ കാണുന്നത്, നിങ്ങളെല്ലാം വന്ന് ഈ ചോദ്യങ്ങളാണ് ചോദിച്ചത്. നിങ്ങളാരും കുറ്റം പറയില്ല, നിങ്ങൾ ഈ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് തന്നെ ഇതൊക്കെയാണോ ആളുകൾ ചിന്തിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്, ഇതൊരു കൺസേൺ ആകുമോ എന്ന് കരുതിയിട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് മൈക്കിൻ്റെയും ഫ്രെയിമിൻ്റെയും മുന്നിൽ നിന്ന് മാറിയിട്ട് ആദ്യം കാണുന്ന പാലക്കാടുകാരൻ തരുന്നൊരു സ്നേഹമാണ്. ഈ ട്രോളി വിവാദം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ ഇവിടെ ഒരു ചായക്കടയിൽ പോയി. അപ്പോൾ ഇങ്ങനെ ചായക്കടയുടെ ബില്ല് കൊടുക്കാൻ നേരം അപ്പം അവരിങ്ങനെ തമാശയായിട്ട് പറയാം, ട്രോളിയിൽ നിന്ന് നമ്മുടെ കൂടെ പൈസ കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അത്ര ലൈറ്റായി തമാശയായിട്ട് അവരെടുക്കുന്നൊരു സാഹചര്യമാണ്. ആ സ്നേഹമാണ് പാലക്കാടുകാർ. അതിന് ലൈഫിലോ ഒരു പാലക്കാടുകാരനായി ഇവിടെ നിന്നുകൊണ്ട് അതിൻ്റെ ഒരു കടം വീട്ടുക എന്നൊന്നും ഉത്തരവാദിക്കും. മറ്റൊരു പ്രധാന വിവാദം ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അത് ഇപ്പൊ ഇന്ന് ഞാൻ അദ്ദേഹത്തിന് കൈ കൊടുക്കും. ഇന്ന് അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനും അദ്ദേഹവും തമ്മിൽ കാണുന്ന ആദ്യത്തെ കൂടിക്കാഴ്ച റിസൾട്ടൊക്കെ വന്നതിന് ശേഷം അദ്ദേഹത്തെ കാണുകയാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അദ്ദേഹം ഷെയ്ക്ക് ഹാൻഡ് തന്നു. അതവിടെ അവസാനിച്ചു. ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗിലായിരുന്നില്ല ഷെയ്ക്ക് ഹാൻഡ്. അത് മാധ്യമങ്ങളെ കൂട്ടിയിട്ടുള്ളൊരു സ്വഭാവം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അതൊരു മാത്രമല്ല, നമ്മളൊരു ഇലക്ഷൻ ഫേസിൽ ഞാൻ അടിസ്ഥാന കോൺഗ്രസ് പ്രവർത്തകരാണ്. ആ പ്രവർത്തകരുടെ വികാരം ഞാൻ മാനിക്കട്ടെ.